ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് എന്താണ് സാർ യഥാർത്ഥത്തിൽ? ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ 6 മാസം വരെ, ഇപ്പോൾ ജനുവരി മുതൽ ഈ ജൂൺ മാസം വരെ നഷ്ടപ്പെട്ട തുക നോക്കുകയാണെങ്കിൽ ഏകദേശം 350 കോടിയോളം രൂപയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 150 കോടി രൂപയും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൽപ്പെട്ടാണ്. എല്ലാവർക്കും നിക്ഷേപങ്ങളിൽ നടത്തുന്നതിനും അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനും ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രീഡിനെസ്, അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഉള്ള സമ്പാദ്യത്തെ ഇരട്ടിപ്പിക്കുക. എൻ്റെ കൈവശം 10,000 രൂപ ഉണ്ടെങ്കിൽ അത് 20,000 ആക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ട്. സാധാരണക്കാരനായ എല്ലാ മനുഷ്യർക്കും ഒരു കഷ്ടപ്പാടും ഇല്ലാതെ മറ്റു പണിയെടുക്കണ്ട, ഇതിനൊന്ന് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് ഇരട്ടിയാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ നമ്മൾ ആകൃഷ്ടരായി നമ്മുടെ സമ്പാദ്യത്തെ മുഴുവൻ, ഇനി സമ്പാദ്യമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലോണുകൾ എടുത്തു വരെ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ വസ്തുവകകളോ ഒക്കെ വിറ്റ് അതുവരെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് ഇടുന്നു. ഇതിന് പ്രചോദനമാകുന്നത് സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്ന പ്രചരണങ്ങളാണ്. നിക്ഷേപത്തിൽ അവർ മനസ്സിലാക്കുക, അവർ ഒഴികെ ബാക്കി അവരെ സമീപിക്കുന്നവർ, വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യുന്നവർ, അതിൽ സമ്പാദ്യം കൊണ്ട് രക്ഷപ്പെട്ടവരായി കഥകൾ പറയുന്നവർ, ഇവരെല്ലാം തന്നെ വ്യാജന്മാരാണ്. ഇനി അതിൽ കാണപ്പെടുന്ന പണം മുഴുവനും ഒരു സ്ക്രീനിൽ എത്ര കോടി വേണോ നമുക്ക് എഴുതി കാണിക്കാം. പേഴ്സിലും ഇല്ല, ബാങ്കിലും ഇല്ല, എത്ര കോടി വേണോ എഴുതി കാണിക്കാം. അപ്പോൾ സ്ക്രീനിൽ മാത്രമായിരിക്കും ഇത്തരം തുകകൾ കാണുന്നത്, ഒരിക്കലും റിയാലിറ്റിയിലെത്തില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, ഇത്രയധികം തുക നഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇത് ഏകദേശം ഒരു 2-3 മാസം അല്ലെങ്കിൽ മാസങ്ങളോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വിഡ്രോവൽ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് പറ്റിക്കപ്പെടുന്നത് മനസ്സിലാകുന്നത്. ആ സ്റ്റേജ് വരെയും അവരിടുമ്പോൾ തന്നെ അവർക്ക് റിട്ടേൺ കിട്ടും. 50% ലാഭവിഹിതം പറയുകയാണെങ്കിൽ ഞാൻ 50,000 രൂപ ഇടുന്ന സമയത്ത് എനിക്കതും കൂടി ചേർത്ത് ബാക്കി 50% അതിൻ്റെ ലാഭവിഹിതവും കൂടെ ചേർത്തിട്ട് എൻ്റെ ബാലൻസ് അവിടെ കാണിക്കും. അതെല്ലാം സ്ക്രീനിൽ കാണാൻ മാത്രമേ പറ്റൂ. അത് എനിക്ക് തന്നിട്ടുള്ള ആപ്പിൽ എനിക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ്, എനിക്കും തട്ടിപ്പുകാരനും മാത്രം. അതിൽ ഫിഗർ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നിക്ഷേപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ തോത് വളരെ മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. 5-6 ഇരട്ടി സമ്പാദ്യം വരെ നമുക്ക് കിട്ടിയതായി കാണിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് അതിൽ ഞാൻ ഇട്ട പൈസയെങ്കിലും മടക്കി കിട്ടണം എന്ന് യാചിച്ച് തുടങ്ങുമ്പോഴാണ് തട്ടിപ്പിൽ ഇരയായ വിവരം മനസ്സിലാക്കുന്നത്. പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ കഴിയുന്നു. ഈ നിക്ഷേപം നടത്തിപ്പിച്ച തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇതോടുകൂടി ഈ സ്ക്രീനിൽ നിന്ന് നമ്മൾ ഔട്ടാകുന്നു, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുന്നു. പിന്നെ നമ്മെ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രേരിപ്പിച്ചവരാരും തന്നെ കാണത്തില്ല, യാതൊരു ബന്ധവുമില്ല. ഒരു മൊബൈലിൽ നമ്മുടെ ഒരു മൊബൈൽ സ്ക്രീന് ഒന്ന് മാറുന്നത് പോലെ ആ സമയം തന്നെ ഡിസപ്പിയർ ആകുന്നു. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെക്കുറിച്ചുള്ള നമ്പറുകൾ, മൊബൈൽ നമ്പറുകളെല്ലാം സ്പൂഫ്ഡ് നമ്പർ ഉൾപ്പെടെ കാണും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും പേരിലുള്ള നമ്പറുകളായിരിക്കും, ആരുടെയെങ്കിലും പേരുള്ള അക്കൗണ്ടുകളായിരിക്കും. പക്ഷേ പണം മുഴുവനും ഈ തട്ടിപ്പുകാരൻ്റെ കീശയിൽ എത്തിയിരിക്കും. ഇതെങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല, എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട്? ഒറിജിനലും ഉണ്ടല്ലോ, യഥാർത്ഥ ട്രേഡിംഗ് സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഞാൻ എങ്ങനെ ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാം? എനിക്ക് കൂടുതൽ പൈസ ആവശ്യമാണ്. ഇന്ന് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാരുള്ള കാലഘട്ടമാണ്. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, 1000 രൂപ നിക്ഷേപിക്കുന്ന ഒരാളിന് 2,000, 3,000, 4,000 രൂപ റിട്ടേൺ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക തെറ്റാണ്. നമ്മുടെ സാധാരണ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള തരത്തിലുള്ള വായ്പയ്ക്കുള്ള, ഇപ്പോൾ സീനിയർ സിറ്റിസൺ വരെ ചിലപ്പോൾ 8.5% പലിശയാണ് കിട്ടുന്നത്. അത് ഒരു വർഷത്തിൽ കിട്ടുന്ന പലിശയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പലിശ നിരക്കിൽ വരുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വലിയ റിട്ടേണുകൾ ഓഫർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇത് അധിക ദിവസം പോകത്തില്ല. എൻ്റെ കയ്യിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾ അത് പറ്റിക്കൊണ്ട് എല്ലാ ദിവസവും എനിക്ക് 500 രൂപ വെച്ച് തന്നാലും 10 ദിവസം തന്നാൽ അയാൾക്ക് 5,000 നഷ്ടമുള്ളൂ, എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 50,000 ആണ്. അപ്പോൾ അതുകൊണ്ട് ഉയർന്ന റിട്ടേണുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾക്കും ഇത്തരം ഉയർന്ന റിട്ടേൺ സാധാരണ ഒരു ബിസിനസ്സിലൂടെ നൽകാൻ കഴിയില്ല.